ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ പണിയുടെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് തെങ്കര പഞ്ചായത്തിൽ വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് VO സാറിനെ നമുക്കൊന്ന് കാണണം. നമുക്ക് പെർമിറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാറിനൊക്കെ കണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി പോണ വഴിക്ക് നമുക്ക് ഐഷുവിന് യൂണിഫോം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. യൂണിഫോം ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് സ്കൂളിൽ നിന്ന് ഐഷക്ക് യൂണിഫോം കിട്ടിയിരുന്നു കേട്ടോ, പക്ഷേ റിഫക്ക് കിട്ടിയില്ല. അപ്പോൾ കുറച്ച് ഒരു കോട്ടിൻ്റെ തുണികൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ പുലരി പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ മണ്ണാർക്കാടുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്നാണ് യൂണിഫോം കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു ഫാൻസി കടയിലൊക്കെ കയറണം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ദാഹിക്കുമല്ലോ, സ്വാഭാവികം. അത് എവിടെ പോയാലും കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കണം. അങ്ങനെ നമ്മളിതായി ഒരു കടയിൽ കയറി. ഞാനൊരു ലൈം ജ്യൂസാണ് പറഞ്ഞത്. കാക്കുതായി ഒരു ഇത് മതി, ഫിസ്സോ എന്തോ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരത് കുടിച്ചു കിട്ടും. നൂഹമോള് പിന്നെ ആ കടയൊക്കെ ചുറ്റി നടന്ന് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഒരു മിഠായിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ വഴിക്ക് വെച്ചാണ് വണ്ടിക്കൊരു പണി കിട്ടി. നമ്മൾ മുദ്രപത്രം വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മളുടെ വണ്ടിക്കൊരു കംപ്ലൈൻറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ പുലരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഒരു കോട്ടിന് വേണ്ടിയിട്ട് തുണി മുറിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അവിടെ നമുക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ കോട്ടിൻ്റെ തുണിക്ക് മാത്രം 210 രൂപ വെച്ചിട്ടാണ് അതിൻ്റെ മീറ്ററിന് വരുന്നത് കേട്ടോ. അപ്പോൾ യൂണിഫോം എടുക്കാൻ പോകുന്നവരൊക്കെ റേറ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചേക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ യൂണിഫോമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെയും നമുക്ക് വെള്ളം ദാഹിച്ചപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൻ്റെ കടയിൽ വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പുതിയ റേറ്റൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കരിക്ക് ജ്യൂസും അതുപോലെ തന്നെ ഇളനീർ ജ്യൂസും ഒരു കരിക്കുമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കരിമ്പ് ജ്യൂസ് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. അപ്പോഴേക്കും എനിക്ക് നമ്മുടെ ഇളനീർ ജ്യൂസ് കിട്ടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കാക്കുൻ്റെ ഫ്രണ്ട് അവിടേക്ക് വന്നിട്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാക്കുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അത്. പനി ഛർദിയൊക്കെ വന്നുകൊണ്ട് തന്നെ നൂഹമോൾ ആകെ പകുതിയായിട്ടോ, തീരെ ഒന്നും കഴിക്കണുണ്ടായില്ല. അപ്പോൾ കരിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കരിക്ക് കൊടുത്തിട്ട് അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ കരിക്ക്. അല്ലാതെ ബാക്കി ജ്യൂസ് കാര്യങ്ങൾ എന്ത് കൊടുത്താലും അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ കരിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പം അവൾക്ക് വരാൻ തീരെ താല്പര്യമില്ല. അതാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അവസാനം വാപ്പിച്ച് എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയായിട്ടോ. എന്തൊക്കെ പറഞ്ഞിട്ട് വരാണ്ടായപ്പോൾ പൊക്കി എടുത്തിട്ട് വരികയാണ് കേട്ടോ. ഫാൻസി കടയിലും കൂടെ നമുക്ക് കയറേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ വണ്ടി 2-3 പ്രാവശ്യം കംപ്ലൈൻ്റ് ആയി വഴിയിൽ നിന്നു. നമ്മൾ ഇറങ്ങിയിട്ട് അതൊക്കെ ശരിയാക്കേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ. അപ്പോൾ അത്